പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. മൂലപ്പാടത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പ്രസാദ് ഉടുമ്പിശ്ശേരി ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്? നിലവിൽ അവിടെ കാട്ടാനക്കൂട്ടം അവിടെ തുടരുകയാണ്. ഇതിനെ കാട് കയറ്റാൻ സാധിച്ചോ? അതിര ഇന്നലെ രാത്രിയാണ് ധോണി മൂലപ്പാടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ നാട്ടുകാരും വനംവകുപ്പും എല്ലാം ചേർന്ന് ആനയെ കാട് കയറ്റിയെങ്കിലും ഈ കാടിനോട് ചേർന്ന പ്രദേശമാണ് ഈ ധോണി മൂലപ്പാടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ധോണിയിലെല്ലാം കാട്ടാന ശല്യവും കാട്ടുപന്നിയും എല്ലാം ഈ പ്രദേശത്ത് രൂക്ഷമായ ശല്യം തുടരുകയാണ്. ഇന്നിപ്പോൾ ധോണി സ്വദേശികളായ ശശി, ശാരദ എന്നിവരുടെ കൃഷിയിടമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻ തൈയും കവുങ്ങും അതോടൊപ്പം തന്നെ കപ്പയും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ഈ കാട്ടാന ശല്യം തടയുന്നതിനാവശ്യമായ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. അവിടെ ജനകീയ കൂട്ടായ്മ സമരം നടത്തുന്നതിനെ കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട്. നേരത്തെ ധോണിയോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ, ധോണി, കഞ്ചിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.